ഈസ്റ്റ്മാന്റെ ഓരോ ചിത്രവും കാഴ്ചയുടെ പുതുലോകമാണ് ആസ്വാദകർക്ക് മുന്നിൽ തുറന്നിട്ടത്. അക്കാലത്തെ പ്രമുഖ ദിനപത്രങ്ങളും വാരികകളും ഇദ്ദേഹത്തിന്റെ കഴിവുകൾ കേരളീയർക്ക് കാട്ടിക്കൊടുക്കാൻ മത്സരിക്കുകയായിരുന്നു. സ്റ്റിൽ ക്യാമറയിൽ ആന്റണി ഒപ്പിയെടുത്ത ചിത്രങ്ങളുടെ മികവും മിഴിവും തന്നെയായിരുന്നു ഇദ്ദേഹത്തെ നാടറിയുന്ന ഫോട്ടോഗ്രാഫറാക്കി മാറ്റിയത്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു നെയിമാണ് ഈസ്റ്റ്മാൻ. അതാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലിട്ടത്. ആ ഘട്ടത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പത്രങ്ങളിലെ അന്ന് ഒരു 75-ന് ശേഷം കേരളത്തിലിറങ്ങി ഒട്ടുമുക്കാൽ വാരികകളിലും എൻ്റെ പടങ്ങളുണ്ടായിരുന്നു മുഖചിത്രമായിട്ട്. അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് പലരും വന്നിട്ടുണ്ട്. പല മാഗസിൻ നടത്തിയിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ മാഗസിനിൽ പടമിടുമ്പോൾ ആൻ്റണി ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ എന്നാണ് ഞാൻ അഡ്രസ്സ് കൊടുത്തത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ സ്റ്റുഡിയോ കട്ട് ചെയ്യും, ആൻ്റണി ഈസ്റ്റ്മാനായി. പിന്നെ അങ്ങനെ അത് തുറന്നു. പിന്നീട് ആൻ്റണി ഈസ്റ്റ്മാൻ എറണാകുളം എന്ന് ഒരു ലെറ്ററിൽ ഒരു വരി എഴുതിയാൽ എനിക്ക് ലെറ്റർ കിട്ടുന്ന പൊസിഷനിലേക്ക് എത്തി. ദുബായിൽ നിന്ന് ആൻ്റണി ഈസ്റ്റ്മാൻ എറണാകുളം കേരള എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ലെറ്റർ. അത് അത്രയും ഈസ്റ്റ്മാൻ വളർന്നപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയ സ്ഥാപനം വളർന്ന് വളരെയധികം അഭിമാനകരമാണ്. അതാണ് ആ ഒരു ഈസ്റ്റ്മാൻ എന്നാവണതിൻ്റെ കാരണം. പത്രപ്രവർത്തന രംഗമായിരുന്നു ആന്റണിയുടെ ആദ്യ അരങ്ങ്. ആ മേഖലയിൽ തുടർന്ന് പ്രവർത്തിക്കാനായിരുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടവും. യാദൃശ്ചികമായി ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ ഇടയാകുന്നതോടെയാണ് ഈ കലാകാരന്റെ ജീവിതത്തിലേക്ക് മറ്റു ചില ഭാഗ്യങ്ങൾ കൂടി കടന്നുവരുന്നത്. സിനിമാ ലോകം ആന്റണിയുടെ കഴിവുകൾ കണ്ടറിയുന്നിടത്താണ് ഭാഗ്യങ്ങളുടെ ഉദയം. ഞാൻ പത്രപ്രവർത്തന രംഗത്ത് ഞാൻ അവരുടെ ആളായിട്ടല്ല, അവരെന്നെ വിളിക്കുന്നു. അന്ന് ഇന്നത്തെ മാതിരി സ്റ്റാഫ് ഫോട്ടോഗ്രാഫർമാർ കുറവാണ്. അപ്പോൾ അവരാവശ്യത്തിന് വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പോയി എടുക്കുന്നത് എനിക്ക് താല്പര്യമുണ്ട് ഈ പല സംഭവങ്ങളും എടുക്കാൻ. അങ്ങനെ പോയി നമ്മളെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ മോഡൽ ഫോട്ടോഗ്രാഫി എടുക്കുന്നതും ഒക്കെ അതിൻ്റെ കോസ്റ്റ് നോക്കാതെ നമ്മൾ ആ വർക്കിൽ താല്പര്യനായിട്ട് ചെയ്യുന്നൊരു ഘട്ടമുണ്ട്. ആ സമയത്താണ് മറ്റേ തോമസും വിളിക്കുന്നതും. അങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ടോ താമൊന്ന് ശില്ലെടുക്കുക. ഞാൻ പറഞ്ഞാലില്ല, എനിക്ക് വർക്ക് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അക്കറൂർ തന്നെ 2 ദിവസം വർക്ക് ചെയ്യേ, ഒന്ന് നോക്ക്. അങ്ങനെ ഒരു നിർബന്ധിച്ച് 2 ദിവസം വർക്കിന് പോയിട്ടാണ് പിന്നീട് അത് കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് വന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമാ മോഹം എനിക്കുണ്ട്. ഞാൻ മണിമുഴക്കം എടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചട്ടക്കൂടുകൾ അറിയില്ല സിനിമയുടെ. ഞാനിവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റില്ലെടുക്കും. അപ്പോൾ മുഴുവൻ ആക്ഷൻ സ്റ്റില്ലാണ് കിട്ടണേ. അതൊരു പ്രത്യേക താല്പര്യം എല്ലാവർക്കും ഉണ്ടാക്കി. അതുവരെ കാണാത്ത സംഭവം. പലരും ചോദിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റില്ലെടുത്തോ പബ്ലിസിറ്റിക്ക് വേണം. ഞാൻ എടുത്തിട്ടുണ്ട്, ഇവർ അറിയുന്നില്ല. അങ്ങനെയാണ് ആക്ഷൻ സ്റ്റില്ല്. ഇത് കഴിഞ്ഞ് ഐ വി ശശിയുടെ പടം ഞാൻ ചെയ്തു, ഈ മനോഹര തീരം. ശശി മദ്രാസിൽ പോയിട്ട് അവിടുത്തെ ശില്പട്ടരോട് പറഞ്ഞു, താൻ പോയി എറണാകുളത്ത് പോയിട്ട് അന്വേഷിച്ചവൻ്റെ ശിഷ്യനെ കുറച്ച് നാൾ എങ്ങനെ ശില്ലെടുക്കുക എന്നുള്ളത്. അത്രയ്ക്ക് അപ്പോൾ എനിക്കൊരു നമ്മളോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ എൻ്റെ വർക്കിനോടുള്ള താല്പര്യം ശശി ഭയങ്കര കത്തിക്കുന്ന പ്രകടിപ്പിച്ചു. ഇതൊക്കെ എനിക്ക് ആത്മവിശ്വാസം കൂട്ടി.